കടം വാങ്ങുന്ന ഇടപാടുകളും അതൊക്കെ വിഷയങ്ങളല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കൊടുക്കാനില്ല റബ്ബേ, എന്തൊരിടങ്ങാറാണ്. സുഹാബിയായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പള്ളിയിൽ കണ്ടപ്പോഴല്ലേ ഹബീബ് തങ്ങൾ ചോദിച്ചത്, യാ അബാ ഉമാമ, അല്ലേ അബൂ ഉമാമ തങ്ങളെ എന്താ ഇവിടെ ഇരിക്കണത്? ഒന്നുമില്ല നബിയെ, ദുയൂനി വ ഹുമൂമി ലസിമത്തിനി യാ റസൂലല്ലാഹ്, കുറെ കടവും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നബിയെ, പുറത്തിറങ്ങാൻ വയ്യ. നമ്മൾ എപ്പോഴും ചൊല്ലാറുള്ള ദുആ, ഈ ദുആഇന്റെ ആ സാഹചര്യം ഇതായിരുന്നു, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, എന്നാലും ഹദീസല്ലേ ഒന്നുകൂടെ പറയുന്നതാണ്. തങ്ങൾ ചോദിച്ചു, അബാ ഉമാമ, ഈ നിങ്ങൾ എന്താ പള്ളിയിൽ ഇങ്ങനെ എന്നും വന്നിരിക്കണത്? നിസ്കാരമില്ലാത്ത നേരത്തൊക്കെ, ഫർള് നിസ്കാരം നടക്കാത്ത നേരത്തൊക്കെ കടാണ് നബിയെ, പുറത്തിറങ്ങാൻ വയ്യ, ഭയങ്കര ടെൻഷനാണ്. തങ്ങൾ പറഞ്ഞു, ടെൻഷനും കടവല്ലേ, ഇത് രണ്ടും പോയി കിട്ടാനൊരു വഴി ഞാൻ പറഞ്ഞിരട്ടെ. വലാ റസൂലല്ലാഹ്, പറഞ്ഞിരി നബിയെ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളി, ഈ ദിക്റങ്ങൾ ചൊല്ലിക്കോളി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രി റിജാൽ. ഇത് ചൊല്ലിക്കോളൂ, ഞാൻ ചൊല്ലിക്കോളാം നബിയെ. ഏതാനും ദിവസങ്ങളെ ആയുള്ളൂ ഈ സഹാബിയ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ കടക്ക് ഞാൻ എങ്ങനെ വീടുന്ന് വിചാരിച്ചതാ, ഒരു നിലക്കും ഞാൻ ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല ഇത് വീടാനുള്ള വഴി എന്റെ കയ്യിലേക്ക് വരുമെന്ന്. പക്ഷേ അള്ളാഹു വളരെ എളുപ്പത്തിൽ ഇത് വീടാൻ എന്നെ സഹായിച്ചു എന്ന് മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോ കടം വിടാനുള്ള ദിക്ർ അതാണ്. ഇവിടെ നിങ്ങൾ എല്ലാവരും ഇത് പരിചയിച്ചവരായിരിക്കും, ഓർമ്മയുള്ളവരായിരിക്കും. ഇല്ലാത്തവരെന്ത് ചെയ്യുക, അത് പഠിച്ചെടുക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വ അഊദു ബിക മിനൽ അജ്സി വൽ കസൽ വ അഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വ അഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വ ഖഹ്രി റിജാൽ. അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ, റബ്ബേ, ടെൻഷനും ബുദ്ധിമുട്ടും വരുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ. ഹമ്മ്, ഹസൻ, സങ്കടം, ദുഃഖം, കടുത്ത ദുഃഖങ്ങൾ, സങ്കടം, ടെൻഷൻ വരിക, പടച്ചോനെ കാക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ, മടി വരിക, ഒരു പണിയും ചെയ്യാതെ കിടക്കുക, മടി വന്ന് കിടക്കുക, മടിയോട് മടി, ഒരു പണിയും ചെയ്യാൻ ഉന്മേഷമില്ല, ആകെ ഉന്മേഷം തിന്നാനും ടി വി കാണാനും, വേറൊരു പണിക്കും പറ്റാത്ത എത്രയോ ആൾക്കാരുണ്ട്. മടിയാണ്, ആകെ മടി, ജോലിക്ക് പോകാൻ വയ്യ, ജോലി വരെയൊക്കെ ചെയ്യൂല, ഇങ്ങനെ മടി പിടിച്ച് നടക്കും. ഈ ദുആ ദ്വാരക്കണം, പടച്ചോനെ മടി വരാതിരിക്കാൻ, നീ മടി വരാതെ, മടിയിൽ നിന്ന് എന്നെ കാക്കേണമേ, അലസതയിൽ നിന്ന് കാക്കേണമേ. വൽ അജ്സ്, അശക്തത, ദുർബലനായി പോവുക, ശരീരത്തിൽ ആരോഗ്യമില്ലാതെയായി പോവുക, അസുഖങ്ങളായി പോവുക, ദുർബലത സംഭവിക്കുക, പടച്ചവനെ കാക്കേണമേ. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ, പേടിയിൽ നിന്ന്, എന്തിനും ധൈര്യമില്ലായ്മ. പിന്നെ ബുഖൽ, പിശുക്ക്, എന്ത് അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക, പടച്ചവനെ പൈസ പോവല്ലോ, അള്ളാഹ് പൈസ പോയല്ലോ, ഇങ്ങനെ പിശുക്ക്, നന്മ ചെയ്യാൻ ഭയങ്കരമായ പിശുക്ക്, അള്ളാഹു നീ കാവൽ തരണമേ. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി, കടങ്ങൾ കുമിഞ്ഞുകൂടുന്നത്, കടണ്ടാവും, കാവൽ ചോദിച്ചത് കുമിഞ്ഞുകൂടലാണ്. ഏറ്റിയാൽ പൊങ്ങാത്തത്ര കടം, ഒരു നിലക്കും വീട്ടാൻ പറ്റുന്നില്ല, അങ്ങനെ കുടുങ്ങി പോവുക. കടങ്ങൾ, മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടം വാങ്ങേണ്ടി വരും, പല ആവശ്യങ്ങളും നടന്നു പോകാൻ കടം കൊടുക്കുന്ന ആൾക്കാര് അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം രണ്ട് ലോകത്ത് നൽകുമാറാകട്ടെ. അത് വാങ്ങുന്നവർക്ക് മാന്യമായി തിരിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. ഗലബത്തു ദൈനിൽ നിന്ന് കാവൽ ചോദിക്കണം, കടം കുമിഞ്ഞുകൂടുന്നതിൽ നിന്ന്. അതെന്നാ കാവല്, കടം വരാം, അതിന് കാവല്, കടം കുമിഞ്ഞുകൂടുക, ഒരുപാട് കടങ്ങൾ വരിക. വഖഹ്രി റിജാൽ, ആളുകൾ കീഴടക്കുക, മനുഷ്യന്മാരെ ഇടങ്ങാറാക്കുക. അങ്ങനെ കടം വീട്ടാൻ പറ്റാതെ വന്നാൽ ഇടങ്ങാറാക്കുക. നമ്മുടെ ബ്ലേഡ് മാഫിയുടെ കഥയൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് അറിയുന്നില്ലേ? ഖഹ്റു റിജാൽ എന്നർത്ഥം, ആളയച്ചിട്ടോ ആയുധങ്ങൾ ചെയ്തിട്ടോ കാണിച്ചിട്ടോ പേടിപ്പിച്ചിട്ടോ മനുഷ്യന്മാരെ കീഴടക്കുക. അത് കടം വിട്ടാൻ കഴിയാതെ വന്നാൽ സംഭവിക്കുന്ന ഒരു അപായമാണ്. പടച്ചവനിൽ നിന്നൊക്കെ കാക്കേണമേ എന്ന് ആരക്കാൻ പറഞ്ഞു കൊടുത്തു അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.